ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്സാണ് മക്കളി. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫുൾ മാർക്ക് നേടാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക് എത്തുമ്പോഴത്തേക്കും, ഓണം പരീക്ഷയിൽ എത്തുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് കിളി പോയിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മിസ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് 10 മിനിറ്റ് കൊണ്ട് മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. PQRS 4 ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് സെയിം പീരീഡിൽ ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കിക്കേ, ഒരു പീരിയഡ് നമ്പർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു മൂലകത്തിന്റെ പീരിയഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എത്ര ഷെല്ലുണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലെ. ഇപ്പൊ P എടുത്തു കഴിഞ്ഞാൽ 1 2 ഷെല്ലാണുള്ളത്. സോ Pയുടെ പീരിയഡ് 2 ആണ്. Q എടുത്തു കഴിഞ്ഞാൽ അവിടെ വീണ്ടും 2 ഷെല്ലാണുള്ളത്. സോ Qന്റെ പീരിയഡും 2 ആണ് അല്ലെ. 6ന്റെ കയ്യിൽ 1 2 3 ഷെല്ലുണ്ടടാ. അപ്പൊ 6ന്റെ പീരിയഡ് എന്ന് പറയുന്നത് 3 ആണ്. എസിന്റെ പീരിയഡും 3 ആണ്. അപ്പൊ നമുക്ക് പറയാം ഒരേ പീരിയഡിലുള്ളത് ആരൊക്കെയാ മക്കളെ? പിയും ക്യൂവും, അതേപോലെ തന്നെ 6ഉം എസും. ഇവർ 2 പേരും ഒരേ പീരീഡിലുള്ളവരാണ് എന്ന് പറയാം. ഇനി ഇതിൽ ഒരേ ഗ്രൂപ്പ്, സെയിം ഗ്രൂപ്പിൽ, ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട വാതകങ്ങൾ ഏതൊക്കെയാ, മൂലകങ്ങൾ ഏതൊക്കെയാ ഒന്ന് നോക്കിക്കേ. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ 2 രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുക അല്ലെ. ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ഏതാണ് അവന്റെ ഗ്രൂപ്പ്? 1ാമത്തെ ഗ്രൂപ്പാണ് എന്ന് പറയാം. ഇനി ഒരാറ്റത്തിന്റെ വാലൻസ് ഷെൽ അഥവാ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ നമ്മൾ പറയും അവന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 ആണ് എന്ന് പറയും. ഇനി ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണെങ്കിൽ അല്ലെ, മോർ ദാൻ 2 ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് കൂടിയിട്ട് നമ്മൾ 10 കൂട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിയുടെ വാലൻസ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 2ൽ കൂടുതലാണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 7 + 10 17 എന്ന് കിട്ടും. ഇനി ക്യൂവിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ 8 + 10 18 എന്ന് കണ്ടുപിടിക്കാം. ഇനി 6 എടുത്തു. 6ന്റെ ബാഹ്യതമ ഷെല്ലിലുള്ളത് 1 ഇലക്ട്രോൺ ആടാ. 1 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം അവന്റെ ഗ്രൂപ്പ് നമ്പർ 1 തന്നെയായിരിക്കും. ഇനി എസ് നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വീണ്ടും 7 ഇലക്ട്രോൺ ആണുള്ളത് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ 7 + 10 ചെയ്യാ, 17 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ഈസി ആയിട്ട് പറ, നമ്മുടെ പിയും എസുമാണ് ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ മക്കളെ, ഐഡന്റിഫൈ ദ നോബൽ ഗ്യാസ്. ഇതിലെ ഉത്കൃഷ്ടവാതകം ഏതാണ്? അപ്പൊ നോബൽ ഗ്യാസ് അഥവാ ഉത്കൃഷ്ടവാതകം എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മുടെ റിയാക്ടിവിറ്റി തീരെ ഇല്ലാത്ത, അവര് വളരെ ഇനേർട്ടാണ് അല്ലെ. അവരാരോടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നോക്കാറേ ഇല്ല അല്ലെ. അതുകൊണ്ടാണ് അവർ ഇനേർട്ടാണ്, അലസന്മാരാണെന്ന് നമ്മൾ പറയാ. സോ ഈ ഗ്രൂപ്പ് 18നെയാണ് നമ്മൾ അലസവാതകം അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരേ ഒരാളേ ഉള്ളൂ ഗ്രൂപ്പ് 18 ഉള്ളത്. അത് ആരാണ് മക്കളെ? നമ്മുടെ ക്യൂ ആണ് അല്ലെ. ഇതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യൂ ആണ് ഇവിടുത്തെ നോബൽ ഗ്യാസ്. ഇനി നോക്കിക്കേ മക്കളെ, എസ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടുപിടിക്കണം. എൻ്റെ മക്കളൊന്ന് നോക്കിക്കേടാ. എസ് എടുത്തു കഴിഞ്ഞാൽ എസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7 ആണ്. ഇനി എങ്ങനെയാ പീരിയഡ് കണ്ടുപിടിക്കുക? പീരിയഡ് കണ്ടുപിടിക്കാൻ എത്ര ഷെല്ലുണ്ട് എന്ന് എണ്ണണം. മിസ്സിന്റെ ഒപ്പം എണ്ണിക്കോ. 1 2 3 ഷെല്ലുണ്ട്. 3 ഷെല്ലുണ്ടെങ്കിൽ ഇവന്റെ പീരിയഡ് നമ്പറും 3 ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ മിസ് ഓൾറെഡി പറഞ്ഞു, ബാഹ്യതമ ഷെല്ല്, വാലൻസ് ഷെല്ലിലേക്ക് നോക്കുക. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് വെച്ചിട്ടാണ് ഗ്രൂപ്പ് നോക്കുക അല്ലെ. ഇവിടെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 7നോട് ഒരു 10 കൂട്ടുക, 17 എന്ന് കിട്ടും. മറക്കരുതേ, വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1 ആണ്. 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2 ആണ്. 2ൽ കൂടുതലാണെങ്കിൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 10 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പുഷ്പം പോലെ മിസ് പറഞ്ഞു തന്നു. ഇതേ പാറ്റേണിൽ, ഇതേ രീതിയിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങളോട് ചോദിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മക്കളെ. ദ സിംബൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിരിക്കുന്നു. വാട്ട് ആർ ഐസോടോപ്പ്? ഐസോടോപ്പുകൾ എന്നാൽ എന്ത്?
ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ഓർത്താ മതി. മേലെ ടോപ്പിൽ ഇരിക്കുന്ന ആള് ഡിഫറെന്റ് ആണ്. ടോപ്പിൽ എഴുതുന്ന ആളാരാ? മാസ് നമ്പർ അല്ലേ? അതായത് ഡിഫറെന്റ് മാസ് നമ്പറും സെയിം ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ഒരേപോലെയും മാസ് നമ്പർ വ്യത്യാസവുമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ. അപ്പൊ ഐസോടോപ്പുകളെ കണ്ടെത്തണമെങ്കിൽ അറ്റോമിക് നമ്പർ ഒരേപോലെയുള്ളത് ആര് എന്ന് നോക്കിയാൽ മാത്രം മതി. മക്കളെ, ഇവിടെ അറ്റോമിക് നമ്പർ ഒരേപോലെയുള്ളത് ആർക്കാ? നോക്കിക്കോ, മിസ് പറയുന്നു, ദാ കാർബൺ ഉണ്ട്, C612ഉം C613ഉം ഉണ്ട്. ഇവർ രണ്ടു പേർക്കുമാണ് ഇവിടെ അറ്റോമിക് നമ്പർ ഒരേപോലെയുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഇവിടുത്തെ ഐസോടോപ്പിക് പെയേഴ്സ് എന്ന് പറയുന്നത് C612ഉം C613ഉമാണ്. കാരണം എന്താ? രണ്ടു പേരുടെയും താഴെ എഴുതിയിരിക്കുന്ന നമ്പർ, അതായത് അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇനി ഐസോബാറുകളെ കണ്ടെത്തുക. ആരാടാ ഐസോബാർ? ചോക്കോബാർ പോലത്തെ എന്തെങ്കിലും സാധനമാണോ? അല്ല. ഐസോടോപ്പിന്റെ നേരെ വിപരീതം ഓപ്പോസിറ്റ് ആണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള മാസ് നമ്പർ അല്ലേ, ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ. അതായത് ടോപ്പിലുള്ള ആള് ഒരേപോലെ, മാസ് നമ്പർ ഒരേപോലെ. ഇവിടെ മാസ് നമ്പർ ഒരേപോലെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. മഗ്നീഷ്യവും സോഡിയം അല്ലേ? Mg1224ഉം അതേപോലെ സോഡിയം 1124. നോക്കിക്കേ, രണ്ട് പേരുടെയും മാസ് നമ്പർ സെയിം ആണ് അല്ലേ? മേലെ എഴുതിയിട്ടുള്ള നമ്പർ സെയിം ആണ്. സോ ഇവർ രണ്ടുപേരും ഐസോബാറുകളാണ്. മക്കളെ, ഉറപ്പായിട്ടും ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഈ ഐസോടോപ്പുകളുടെ യൂസുകളും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An element belongs to the third period and has 2 electrons in the outermost shell. ഒരു മൂലകം നോക്കിക്കേ മക്കളെ, മൂന്നാം പീരീഡിൽ ഉൾപ്പെടുന്നു. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എങ്ങനെ എഴുതും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ കയ്യിൽ, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, വേഗം പറഞ്ഞേ, പീരീഡ് നമ്പർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഷെല്ലുകളുടെ എണ്ണം നോക്കിയിട്ട് അല്ലേ? അപ്പൊ മൂന്നാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ കയ്യിൽ 3 ഷെല്ലുകൾ ഉണ്ടാകും. ശരിയല്ലേ? അതായത് K ഷെല്ലുണ്ടാകും, L ഷെല്ലുണ്ടാകും, M ഷെല്ലുണ്ടാകും. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ, ഏറ്റവും പുറമെയുള്ള മൂന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം ഒരാറ്റത്തിലെ ആദ്യം K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാകും. അതിനുശേഷം 8 ഇലക്ട്രോൺസ് എൽ ഷെല്ലിൽ കയറിയിട്ടുണ്ടാകും. അതിനും ശേഷമാണ് മിച്ചമുള്ള 2 ഇലക്ട്രോൺ എം ഷെല്ലിലേക്ക് പോയിട്ടുള്ളത്. ശരിയല്ലേ? അപ്പം ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 2 ആയിരിക്കും. ഇനി ഇതേ പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ. മക്കളെ, നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ 3 പേരെ പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. ഹീലിയത്തിന്റെ ചോദിക്കില്ല, എന്നാലും 3 പേര് ഓർത്തിരിക്കാം. അതായത് ഹീലിയം, നിയോൺ, ആർഗൺ. എടാ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ മാത്രം ഓർത്തിരിക്കുക. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണെങ്കിൽ അതിനോട് 8 കൂട്ടിയാൽ നിയോണിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം. 2 + 8 10. ഇനി നിയോണിന്റെ അറ്റോമിക് നമ്പറിനോട് വീണ്ടും ഒരു 8 കൂട്ടിയാൽ ആർഗണിന്റെ അറ്റോമിക് നമ്പർ കിട്ടും 18. അപ്പൊ ഹീലിയം ഫസ്റ്റ് പീരീഡ് ആണ്, നിയോൺ സെക്കൻഡ് പീരീഡ് ആണ്, ആർഗൺ ആണ് തേർഡ് പീരീഡിൽ വരുന്ന ആള്. അപ്പൊ മൂന്നാമത്തെ ഇതേ പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസ്, അതായത് മൂന്നാമത്തെ പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ 18 ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണെന്ന് എൻ്റെ കുട്ടികൾ തന്നെ പറ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലേ? 18 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ. ഇനി മിച്ചമുള്ളത് 8 ഇലക്ട്രോണാ. ഈ 8 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ കയറിയുന്നു. തദാസ്തു, കഴിഞ്ഞു. ഇനി നോക്കിക്കാം മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. റൈറ്റ് അറ്റോമിക് നമ്പർ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് പീരീഡ്. അതായത് ഇതേ ഗ്രൂപ്പിൽ വരുന്ന രണ്ടാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. എങ്ങനെ എഴുതുക? അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവരൊക്കെ നോക്കിക്കേ മക്കളെ, ഏത് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്? ഇവരുടെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. ശരിയല്ലേ? അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഈ സെക്കൻഡ് ഗ്രൂപ്പിലെ മെമ്പറിന്റെ മൂന്നാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആളുടെ നമ്പറാണ് നമുക്ക് അറ്റോമിക് നമ്പർ നമുക്കറിയാം.
എത്രയാ? എങ്ങനെ കണ്ടുപിടിക്കും? അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 2 ആണ്. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് 12 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി നമുക്കറിയാം സെക്കൻഡ് പീരീഡിലുള്ള ആളുടെ അറ്റോമിക് നമ്പറിനോട് 8 കൂട്ടുമ്പോഴാണ് തേർഡ് പീരീഡിലുള്ള ആളുടെ അറ്റോമിക് നമ്പർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ n, അതായത് സെക്കൻഡ് പീരീഡിലുള്ള ആളുടെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 12 - 8 4 എന്ന് വരും. അപ്പൊ അറ്റോമിക് നമ്പർ 4 ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്ന എലമെന്റ് അത് ബെറിലിയമാണ്. നിങ്ങളത് സിമ്പിൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമൊന്നുമില്ല. എങ്ങനെ വരും മക്കളെ? 2, 2 എന്ന് വരും. അപ്പൊ നമ്മുടെ മാജിക് നമ്പേഴ്സ് ആരും മറക്കരുത്. 2, 8, 8, 18, 18, 32. ഈ മാജിക് നമ്പേഴ്സ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാം. നിങ്ങളുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ചില മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പട്ടിക ഒന്ന് വിശകലനം ചെയ്തിട്ട് ഉത്തരം പറയണം. നോക്കിക്കേ, ഇതാ ഇവരുടെ ടൈപ്പ് ഓഫ് ബോണ്ട്, അതായത് ഏത് തരത്തിലുള്ള രാസബന്ധനമാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം. മക്കളെ, നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി, ഒരു കോമ്പൗണ്ട് എടുത്തു, ആ കോമ്പൗണ്ടിലുള്ള ഓരോ ആൾക്കാരുടെയും ഇലക്ട്രോനെഗറ്റിവിറ്റി തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം, വ്യത്യാസം കണ്ടുപിടിക്കണം അല്ലേ? ആ വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അത് അയോണിക് ബോണ്ട് ആയിരിക്കും. 1.7 കുറവാണെങ്കിൽ വാലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനമായിരിക്കും. അപ്പൊ നമുക്ക് സൾഫർ ഡയോക്സൈഡ് നോക്കാം. SO2 ആണ് അല്ലേ? ഇവിടെ സൾഫറും ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.44 ആണ്. അതേ മൈനസ് സൾഫറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.58 ആണ് അല്ലേ? ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ വരിക? നോക്കിക്കോ, 3.44 മൈനസ് 2.58 അല്ലേ? 0.86 എന്ന് വരും. അപ്പൊ നോക്കിക്കേ, ഇത് 1.7 കുറവാണ് അല്ലേ? 1.7 കുറവാണെങ്കിൽ ഇവിടെയുള്ളത് വാലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനമായിരിക്കും. ഇനി കാൽഷ്യം ഫ്ലൂറൈഡ്, കാൽഷ്യം ഉണ്ട്, ഫ്ലൂറിനും ഉണ്ട്. ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.98 ആണ്. അതേ മൈനസ് കാൽഷ്യത്തിൻ്റെത് 1.0 ആണ്. എത്ര കിട്ടും? 2.98 എന്ന് കിട്ടും. ഈ 2.98 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.7. 1.7 കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെയുള്ളത് അയോണിക് ബോണ്ട് അഥവാ അയോണിക ബന്ധനമാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ഉത്തരം സാധൂകരിക്കുക? എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത്? സൾഫർ ഡയോക്സൈഡിൽ ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം 0.86 ആണ്. അത് 1.7 കുറവാണ്. സോ അവിടെ വാലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനമാണ്. കാൽഷ്യം ഫ്ലൂറൈഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം 2.98 ആണ്. അത് 1.7 കൂടുതലാണ്. സോ അവിടെയുള്ളത് അയോണിക ബന്ധനമായിരിക്കും. ഉത്തരം സാധൂകരിച്ചു കഴിഞ്ഞു. അപ്പം മക്കളെ, ഏകദേശം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് എൻ്റെ കുട്ടികൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലൈവുകളിലായിട്ട് വരും. തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾ എല്ലാ ലൈവുകളും കാണുക. അങ്ങനെ പോകാൻ വരട്ടെ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ മിസ് കൊടുത്തിട്ടുണ്ട്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ, ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഉദാഹരണം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. സോ ബൈ മക്കളെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മിഥില മിസ് ലവ് യു ഓൾ. ബൈ. കമന്റ് ചെയ്യാൻ മറക്കല്ലേ.